ഹായ്, എല്ലാവർക്കും മീനട്ടി സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ? ഇത് ഞാൻ എന്റെ 23 വയസ്സുള്ളപ്പോഴുള്ള ഒരു സുന്ദരമായ അനുഭവം നിങ്ങളോട് പറയാം. അയൽവക്കത്തുള്ള 33 വയസ്സുള്ളൊരു ചേച്ചി എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ വന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അവിടെ വെച്ച് ഞാൻ എല്ലാം നടത്തി. ചേച്ചിക്ക് ഇത്രയ്ക്ക് കൊതിയായിരുന്നുവെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിരുന്നില്ല. പക്ഷേ ചേച്ചിയുടെ എല്ലാ കൊതിയും ഞാൻ ഒരു രാത്രി കൊണ്ട് മാറ്റിക്കൊടുത്തു. എന്റെ പേര് രാഹുൽ. എനിക്ക് വയസ്സ് 23. എന്റെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണുള്ളത്. അത്യാവശ്യം പൈസയൊക്കെയുള്ള വീടായിരുന്നു. കുറെ പറമ്പൊക്കെയുണ്ട്. അച്ഛൻ മരിച്ചു പോയതാണ്. പക്ഷേ അച്ഛൻ മരിക്കുന്നതിനു മുമ്പ് കുറെ കടകളൊക്കെ തുടങ്ങി. അതൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് അത്യാവശ്യം വരുമാനമൊക്കെ നേടിയെടുക്കാൻ പാകത്തിനെല്ലാം ഉണ്ടാക്കിയിട്ടിട്ടാണ് അച്ഛൻ പോയത്. അതുകൊണ്ട് തന്നെ എനിക്കും അമ്മയ്ക്കും കഷ്ടപ്പാടില്ലാതെ ജീവിക്കാം. പക്ഷേ അമ്മയ്ക്കിപ്പോൾ ആകെ അസുഖങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പണികളൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു. എനിക്കാണെങ്കിൽ വലിയ മനസ്സൊന്നുമില്ല പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ +2 തോറ്റതോടുകൂടി ഞാൻ ടൗണിൽ എന്റെ ഒരു കടയിൽ ഓണറായി ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. അമ്മയെ നോക്കാനും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാനും അയൽവക്കത്തെ ഒരു ചേച്ചി വരാറുണ്ട്. ചേച്ചിയുടെ പേര് അനിത. ഞാൻ പറഞ്ഞല്ലോ 32, 33 വയസ്സ് കാണും. അത്ര വയസ്സുണ്ട് എന്ന് പറയില്ല. കാണാൻ നല്ല സുന്ദരിയാണ്. വീട്ടിൽ കൂടെ എപ്പോഴും ഒരു ഇറങ്ങിയ നൈറ്റിയാണ് ഇടുന്നത്. ഞാനും എപ്പോഴും ചേച്ചിയുടെ നടത്തവും ആ കൊഞ്ചലുമെല്ലാം നോക്കി നിൽക്കാറുണ്ട്. ഏതു പാതിരാത്രിയാണെങ്കിലും ചേച്ചി വിളിച്ചാൽ ആ സമയം ഓടിവരും. ചേച്ചിയുടെ വീട്ടിൽ ഭർത്താവും ചേച്ചിയും ചേച്ചിയുടെ ഒരു മകനുമാണ് ഉള്ളത്. മകൻ പഠിക്കുന്നു. ഭർത്താവിൽ നിന്ന് കാര്യമായിട്ടൊന്നും തന്നെയില്ല. അവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. ചേച്ചിയുടെ ഭർത്താവ് എപ്പോഴും കള്ളും കുടിച്ചു വന്ന് അടിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ചേത്തൻ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് കയറിവരും. ചിലപ്പോഴൊക്കെ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചേച്ചി എന്റെ അടുത്ത് വന്ന് കൊച്ചുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഏതാണ്ട് 2-3 വർഷമായി ചേച്ചി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്. എന്റെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കാൻ തുടങ്ങിയിട്ടും ഏകദേശം 2 വർഷം അടുത്തായി. സത്യത്തിൽ ഇതുവരെ ഞാൻ ചേച്ചിയെ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് നല്ല വഴക്കായിരുന്നു. പായുന്ന മഴ നനഞ്ഞ് വീട്ടിലേക്ക് കയറിവരുന്നത് ഞാൻ കണ്ടു. ആരാണെന്ന് നോക്കിയപ്പോൾ വീട്ടിലെ ചേച്ചി ആകെ നനഞ്ഞാണ് ഇരിക്കുന്നത്. ചേച്ചി അകത്തിട്ടിരിക്കുന്ന അടിവസ്ത്രങ്ങളൊക്കെ പുറത്തേക്ക് തെളിഞ്ഞു കാണാം. അത്രയ്ക്ക് നനഞ്ഞിരിക്കുന്നു. വീട്ടിലെന്തോ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതാണ് മഴ നനഞ്ഞു വന്നിരിക്കുന്നത്. സത്യത്തിൽ അന്നാണ് ഞാൻ ചേച്ചിയെ ശരിക്കും ഒന്ന് നോക്കുന്നത്. ചേച്ചി നല്ല സുന്ദരിയാണ്. വെളുത്ത ചുവന്നാണ് ഇരിക്കുന്നത്. തൊട്ടാൽ പൊട്ടുന്ന ഭാഗത്തിലാണ്. അന്നത്തെ ദിവസം ചേച്ചി ഒരു കോട്ടൺ നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ വെളുത്ത നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അകത്തേക്ക് നടന്നു പോകുമ്പോൾ മുഴുത്ത 2 കുണ്ടികളും രണ്ടും ഇടത്തേക്കും വലത്തേക്കും ഓട്ടി ആടിപ്പോകുന്നത് കാണാം. പതിയെ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ചേച്ചി തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ എന്തു ചെയ്യണം, എന്തു പറയണമെന്നറിയാതെ അവിടെ നിന്നു. എന്താടാ എന്റെ പുറകെ വരുന്നത് എന്ന് എന്നോട് ചോദിച്ചു. ആ സമയം പെട്ടെന്ന് തൊട്ടപ്പുറം ഒരു തോർത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് അതെടുത്ത് ചേച്ചിക്ക് നേരെ നീട്ടി. ചേച്ചി തല നല്ല രീതിക്ക് നനഞ്ഞു. ബാത്റൂമിൽ കയറി ഡ്രസ്സൊക്കെ മാറിക്കോ, അമ്മയുടെ ഒരു പുതിയ നൈറ്റി എടുത്ത് ഞാൻ തരാം, ചേച്ചിയോട് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മുറിയിൽ പോയി ഒരു പുതിയ നൈറ്റി എടുത്തുകൊണ്ട് ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചേച്ചി അകത്തുപോയി തുണി മാറുകയാണ് എന്നറിയാൻ ഞാൻ പതിയെ പുറകിൽ നിന്ന് അകത്തേക്ക് എന്റെ 2 കണ്ണുകൾ കൊണ്ട് പതിയെ നോക്കിയപ്പോൾ ചേച്ചിയുടെ മുഴുത്ത തുടകളൊക്കെ നൈറ്റി മാറ്റി തുടക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്നൊന്നും അറിയാത്ത മട്ടിൽ ചേച്ചി, ഇതാ ഇവിടെ പുറത്ത് അമ്മയുടെ ഒരു നൈറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേച്ചി അത് എടുക്കാൻ വേണ്ടി വരുന്നത് ഏത് കോലത്തിലാണ് എന്നറിയാൻ വേണ്ടി ഞാൻ പതിയെ തൊട്ടപ്പുറത്തേക്ക് മാറി നിന്ന് ചേച്ചിയെ നോക്കിക്കൊണ്ടു നിന്നു. ആ സമയം ചേച്ചി ഇട്ടിരുന്ന തുണി മാറ്റിയിട്ട് അവിടെയുണ്ടായിരുന്ന എന്റെ ഒരു മുണ്ടെടുത്ത് മാറിന്റെ അത്രയും എടുത്തുകൊണ്ടാണ് പുറത്തു കിടന്ന നൈറ്റി എടുക്കാൻ അങ്ങോട്ടേക്ക് വന്നത്. സത്യത്തിൽ ആ ഒരു കാഴ്ച എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. നല്ല മുഴുത്ത മാറുകളായിരുന്നു.
അതുകൊണ്ട് തന്നെ അത് പകുതിയും പുറത്തേക്ക് ചാടാൻ പാകത്തിന് ശ്വാസം മുട്ടിയാണ് ഇരിക്കുന്നത്. മാത്രമല്ല, ചേച്ചി നടക്കുമ്പോൾ ചേച്ചിയുടെ 2 മാറുകളും നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ടായിരുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ എന്നെ പിടുത്തം വിട്ടുപോയി. ഇത്രക്ക് സുന്ദരിയായ ചേച്ചിയെ അങ്ങനെ ഇപ്പോൾ കളയാൻ എനിക്ക് മനസ്സില്ല. എന്തായാലും എന്നെപ്പോലെ ഒരു പയ്യന്റെ അടുത്തുനിന്ന് ഒന്നും വേണ്ട എന്ന് ചേച്ചി വെക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. കാരണം ചേച്ചിക്ക് വലിയ ആഗ്രഹങ്ങൾ വീട്ടിൽ നിന്ന് എന്തായാലും കിട്ടുന്നില്ല എന്നുറപ്പാണ്. അപ്പോൾ പിന്നെ ഒരു അവസരം വെറുതെ കളയേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ചു. ചേച്ചി എങ്ങനെയെങ്കിലും എന്റെ വശത്താക്കണം എന്ന വിചാരവുമായി ഞാൻ നടക്കാൻ തുടങ്ങി. ഞാൻ കുറച്ചുനേരം മുമ്പിലിരുന്നു. ഇതൊക്കെ ആലോചിച്ചിട്ട് അകത്തേക്ക് പോയി. ചേച്ചി എവിടെ എന്തെടുക്കുകയാണ് എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു എനിക്ക്. ഞാൻ പോയി നോക്കിയപ്പോൾ ചേച്ചിയുടെ അടിവസ്ത്രമൊക്കെ കാറ്റുകൊണ്ട് താഴെ കട്ടിലിലിട്ടിട്ടുണ്ട്. തൊട്ടപ്പുറം ഒരു പാവാടയും കിടക്കുന്നുണ്ട്. കസേരയിൽ നൈറ്റിയുമുണ്ട്. ഞാനവിടെ കൊണ്ടുപോയി ഇട്ടിരുന്ന അമ്മയുടെ നൈറ്റി കാണാനില്ല. അപ്പോൾ പിന്നെ ചേച്ചി അകത്തൊന്നും ഇടാതെ അമ്മയുടെ നൈറ്റിയും ഇട്ടു നിൽക്കുകയായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു. എന്തായാലും ആ ഒരു കാഴ്ച കളയേണ്ടതില്ലല്ലോ. ഞാൻ വേഗം അടുക്കളയിലേക്ക് ഓട്ടി. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയത്. ഞാൻ വിചാരിച്ചത് സത്യമാണ്. ചേച്ചി അകത്തൊന്നും ഇടാതെ ഒരു നൈറ്റി മാത്രം ഇട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നു. ചേച്ചി തിരിയുമ്പോഴും അനങ്ങുമ്പോഴും ചേച്ചിയുടെ 2 മാറുകളും തുള്ളിക്കളിക്കുന്നത് എനിക്ക് നന്നായി കാണാമായിരുന്നു. ഞാൻ പതിയെ ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ചേച്ചിയോട് ഓരോന്ന് സംസാരിക്കുകയാണ്. പക്ഷേ എന്റെ കണ്ണുകൾ ചേച്ചിയുടെ മാറിലേക്കും മാറിന്റെ കുഴിയിലേക്കുമൊക്കെയായിരുന്നു. ഏകദേശം ആ ഒരു കാഴ്ച ഞാൻ അരമണിക്കൂറോളം കണ്ടുനിന്നു. ആ സമയം ചേച്ചി എന്നോട് പറഞ്ഞു, ഒരുപാട് വെള്ളമിറക്കേണ്ട. ചേച്ചി എന്തോ കൊള്ളിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ എന്റെ കണ്ണുകൾ മാറ്റി. ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ടും ചേച്ചി എന്നോട് ഒന്നും പറയാതെ കളിയാക്കിക്കൊണ്ടായിരുന്നു ഒത്തിരി വെള്ളമിറക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്നോട് ചേച്ചിക്കൊരു താൽപ്പര്യമുണ്ടെന്നറിയാൻ ചെറിയൊരു ശ്രമം നടത്താമെന്ന് ഞാൻ വിചാരിച്ചു. കഴിവുള്ള ആൺകുട്ടികൾ ചിലപ്പോൾ നോക്കിയെന്നൊക്കെയിരിക്കും. എന്തേ, ചേച്ചിക്കിഷ്ടമായില്ലേ എന്ന് ഞാൻ ചേച്ചിയോട് നൈസായിട്ട് പറഞ്ഞു. ആ സമയം ചേച്ചി എന്നോട് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയിച്ചുകൂടി കാണിക്കണം എന്നായിരുന്നു എന്നോടുള്ള മറുപടി. സത്യത്തിൽ ചേച്ചിയുടെ ഈ മറുപടി കേട്ടപ്പോൾ ഞാൻ ഞെട്ടി നിൽക്കുകയായിരുന്നു. ചേച്ചി ഇത്രയ്ക്ക് കൊതിയുള്ളവളായിരുന്നു എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ചേച്ചിയോടൊരു കണ്ണുണ്ട്, അതുപോലെ തന്നെ ചേച്ചിക്ക് എന്നോടും ഒരു കണ്ണുണ്ട്. എങ്കിൽ പിന്നെ ഇത്രയും വൈകിയത് എന്തിനാണ്? നേരത്തെ തന്നെ എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തു. പക്ഷെ എങ്ങനെ തുടങ്ങും? ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണോ ചേച്ചിയും ഉദ്ദേശിച്ചത് എന്നെനിക്കറിയില്ല. അത് ചോദിച്ചാൽ ചേച്ചി കയർത്തു നോക്കി വല്ല അടിയും തന്നാലോ? പക്ഷേ ചേച്ചി ഉദ്ദേശിച്ചതെന്താണെന്ന് എങ്ങനെ അറിയും? ഞാനത് ആലോചിച്ച് അവിടെ നിന്നു. കുറച്ചുനേരം കൂടി അവിടെ നിന്നു. ചേച്ചിയുടെ മാറ് തുള്ളുന്നത് കണ്ട് ഞാൻ വീണ്ടും വീണ്ടും അതിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു. ഒരുപാട് മുതലാക്കാതെ അപ്പുറത്തേക്ക് പോയിരിക്കെ. കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിച്ചിട്ട് കടയിൽ പോകാൻ നോക്ക് എന്നെന്നോട് പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് ഹാളിലേക്ക് പോയി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ചോറും കറിയുമായി തിരിച്ചുവന്നു. എനിക്ക് വിളമ്പിത്തന്നിട്ട് അമ്മയ്ക്കെടുത്തുകൊടുത്തു. എന്നിട്ട് ചേച്ചി അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ചേച്ചിയോട് എങ്ങനെ ചോദിക്കുമെന്നോർത്തു. എന്തായാലും ഇപ്പോൾ വേണ്ട, ഇനിയും കാത്തിരിക്കാമെന്ന് വിചാരിച്ച് ചോറ് മൊത്തം കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും ചേച്ചി അടുത്തേക്ക് ഓടിവന്നിട്ട്, എപ്പോഴാണ് നിന്റെ കഴിവ് തെളിയിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഇന്ന് രാത്രി തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മണ്ണിൽ കയറി എന്റെ കടയിലേക്ക് പോയി. ഇനി ചേച്ചി തമാശയ്ക്ക് പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്നറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വിട്ടു. വൈകുന്നേരം 7 ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ആഹാരമൊക്കെ കഴിച്ച് കുളിയും കഴിഞ്ഞിരിക്കുന്ന സമയം ആരോ വാതിൽ മുട്ടി. ഞാൻ തുറന്നു. ചേച്ചിയാണ്. ഈ സമയത്ത് പതിവില്ലാത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയോട് എന്തുപറ്റി ഈ സമയത്ത്? പതിവില്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഈ സമയത്ത് വന്നാലല്ലേ നിന്റെ കഴിവെന്താണെന്നറിയാൻ പറ്റൂ എന്ന് പറഞ്ഞ് അകത്തു കയറി വാതിലടച്ചു. അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.